ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7 NCERT സയൻസ് ബയോളജി ചാപ്റ്റർ 1 ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനതിന് പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ലിങ്കിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. During the process, oxygen is released. The carbohydrates ultimately get converted into starch. The presence of starch in leaves indicates the occurrence of photosynthesis. The starch is also a carbohydrate. അതായത് ഡ്യൂറിങ് ദ പ്രോസസ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഈ ഒരു പ്രോസസ്സിൽ അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിലാണ് നമ്മൾ ഓക്സിജൻ ഉണ്ടാവുന്നത്, റിലീസാവുന്നത്. ദ കാർബോഹൈഡ്രേറ്റ്സ് അൾട്ടിമേറ്റ്ലി ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റ്സിനെ അൾട്ടിമേറ്റ്ലി ആയിട്ട് മാറ്റുന്നുണ്ട്, സ്റ്റാർച്ചിലേക്ക് മാറ്റുന്നുണ്ട്. The presence of starch in leaves indicates the occurrence of photosynthesis. The starch is also a carbohydrate. അപ്പോൾ indicates the leaves indicates ആവുന്നുണ്ട് സ്റ്റാർച്ചിന്. The occurrence of photosynthesis occurrence the starch is also a carbohydrates. അതായത് സ്റ്റാർച്ചും എന്താണ്, ഒരു സ്റ്റാർച്ചാണ്, ഒരു സ്റ്റാർച്ച് ഈസ് ഓൾസോ സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ ആക്ടിവിറ്റി 1.1 ഉണ്ട്. അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചെങ്കിൽ ടേക്ക് 2 പോട്ടഡ് പ്ലാന്റ്സ്. നമ്മൾ ചെറിയ സെയിം കൈൻഡിലൊരു ചെറിയൊരു പോട്ടഡ് പ്ലാന്റ്സിൽ നമ്മളത് നടുക. കീപ് വൺ ഇൻ ദ ഡാർക്ക് ഓർ ഇൻ എ ബ്ലാക്ക് ബോക്സ്. അല്ലെങ്കിൽ ഒന്ന് നല്ല കട്ടിയും നല്ല ഡാർക്കായിട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ ബോക്സിലോ അത് വെക്കാം ഫോർ 72 hours. ആൻഡ് ദ അതർ ഇൻ ദ സൺലൈറ്റ്. അതർ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുക. പെർഫോം അയോൺ ടെസ്റ്റ് വിത്ത് ദ ലീവ്സ് ഓഫ്. അപ്പോൾ നിങ്ങൾക്കതിൽ മാറ്റം കാണാൻ സാധിക്കും. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. പെർഫോം അയോഡിൻ ടെസ്റ്റ് വിത്ത് ദ ലീവ്സ് ബോത്ത് ദ പ്ലാന്റ്സ് ആസ് യു ഡിഡ് ഇൻ ക്ലാസ് 6. നമ്മൾ അയോഡിൻ ടെസ്റ്റ് ക്ലാസ് 6 പഠിച്ചിട്ടുണ്ടായിരിക്കും. റെക്കോർഡ് യുവർ റിസൾട്ട്. അത് നിങ്ങൾ റിസൾട്ട് ഇതാക്കുക. നൗ ലീവ് ദ പോട്ട് വിച്ച് വാട്ട് ഏർലിയർ കെപ്റ്റ് the dark in the sunlight for 3-4 days and perform the iodine test. Again on record your observation in your notebook. The leaves other than green also have chlorophyll. Leaves other than green also other green pigmentilലാണ് ക്ലോറോഫിൽ ഉണ്ടാവുന്നത്. The large amount of red and brown and other pigments mask the green color. അപ്പോൾ അതിലൊന്നും അതിലൊന്നും ക്ലോറോഫിൽ ഉണ്ടാവില്ലയാണെന്ന് ചോദിക്കുന്നത്. ഫോട്ടോസിന്തസിസ് ഉണ്ടാവില്ല. അപ്പം അതെന്തായാലും ഉണ്ടാവും. ഒരു ലീവ്സിൽ അതിലെന്തായാലും ഫോട്ടോസിന്തസിസ് ഉണ്ടാവും. ലീവ്സ് ഓഫ് വാരിയസ് കളേഴ്സ് നിങ്ങളോട് കാണാം. You often see slimy green patches in ponds or in other stagnant water bodies. These are generally formed by the growth of organism called algae. അതായത് യു ഓഫൺ സീ സ്ലൈം. നമ്മൾ സ്ലൈമിയൊക്കെ കാണാറുണ്ട്. ഗ്രീൻ പാച്ചസ് ഒക്കെ നമ്മൾ പോൺസിലൊക്കെ കാണാറുണ്ടാവും. ആൻഡ് ഓർ ഇൻ അതർ സ്റ്റേഗ്നൻറ്റ് വാട്ടർ ബോഡീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. വാട്ടർ ബോഡീസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. റിവേഴ്സിൽ പോലത്തെ പുഴ പോലുള്ള വാട്ടർ ബോഡീസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ദീസ് ആർ ജനറലി ഫോംഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം കോൾഡ് അലഗ. ഇത് ജനറലി ആയിട്ട് ഫോം ചെയ്യുന്നതിനും അതിൻ്റെ ഗ്രോത്തിനും ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനും അതെന്ത് പറയുന്നു, അലാഗി എന്നാണ് പറയുന്നത്. ക്യാൻ യു ഗസ് വൈ അലാഗി ആർ ഗ്രീൻ ഇൻ കളർ? നിങ്ങൾക്ക് മനസ്സിലാവുമോ അലാഗി എന്തുകൊണ്ടാണ് ഗ്രീൻ കളറിൽ ഫോം ആവുന്നത്?
They contain chlorophyll which gives them the green color. ക്ലോറോഫിൽ കിട്ടുന്നത് നമുക്ക് ഗ്രീൻ കളറിൽ നിന്നാണ്. എലഗി ക്യാൻ ഓൾസോ പ്രിപ്പയർ ദ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. എലഗിക്കും എന്തുണ്ട്, സ്വന്തമായി തന്നെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയും, പ്ലാന്റ്സ് പോലെ. സിന്തസിസ് ഓഫ് പ്ലാന്റ് ഫുഡ് other than carbohydrates. You have just learned that plants synthesize carbohydrates through the process of photosynthesis. അപ്പോൾ നമ്മൾക്ക് യു ഹാവ് ജസ്റ്റ് ലേൺ ദാറ്റ് പ്ലാന്റ് സിന്തസിസ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ അത് ചെറുങ്ങനെ നമുക്കൊന്ന് പഠിക്കാം. അത് സിന്തസിസ് കാർബോഹൈഡ്രേറ്റ്സ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസിൽ എങ്ങനെ വരുന്നുണ്ട് എന്ന്. ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ മെയ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചെങ്കിൽ കാർബണും ഹൈഡ്രോജനും ഓക്സിജനും കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നത്. ദർ ആർ യൂസ്ഡ് ടു സിന്തസിസ് അതർ കമ്പോണൻസ് ഓഫ് ഫുഡ്. അപ്പോൾ നമുക്കത് മറ്റിതിൽ ഉപകാരപ്രദമാണ്. സിന്തസിസും അതർ കമ്പോണൻസ് ഓഫ് ഫുഡിലും സച്ച് ആസ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്. അത് പറയുകയാണെങ്കിൽ പ്രോട്ടീനും ഫാറ്റുമാണ്. ബട്ട് പ്രോട്ടീൻസ് ആർ നൈട്രജൻസ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ. അപ്പോൾ പ്രോട്ടീന് എന്താണ്, നൈട്രജൻ്റെ ഒരു സബ്സ്റ്റൻസാണ്. അപ്പോൾ വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ. അപ്പോൾ നൈട്രജനും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രം വേർ ഡു ദ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ നൈട്രജൻ. അപ്പോൾ അവിടെ നിന്നാണ് നൈട്രജന് ഒബ്റ്റെയിൻ ആവുന്നുണ്ടത്, ഏത് പ്ലാന്റിൽ നിന്നാണ്. റിക്കോൾ ദ നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ എവിഡൻസ് ഇൻ ഗ്യാസസ് ഫോം ഇൻ ദ എയർ. അപ്പോൾ എവിഡൻസും ഗ്യാസസ് ഫോം ഇൻ ദ എയർ, എയറിലെ ഗ്യാസസ് നിന്നാണ് പ്രൊവൈഡും അത് പ്രസൻറ്റ് ആവുന്നത് അല്ലേ. ഇൻ ദ ഹൗഎവർ പ്ലാന്റ്സ് കാനോട്ട് അബ്സോർബ് നൈട്രജൻ. പ്ലാന്റ്സിന് നൈട്രജൻ അബ്സോർവ് ആക്കാൻ കഴിയില്ല. ഇൻ ദിസ് ഫോം, ഈ ഒരു ഫോമിൽ പ്ലാന്റ്സിന് നൈട്രോജൻ അബ്സോർവ് ആക്കാൻ കഴിയില്ല. Soil has certain bacteria that converted gaseous nitrogen into a usable form and release it into the soil. These usable forms are observed by the plants. അപ്പോൾ soil has and bacteria. Soil has certain bacteria. Soil എന്തെങ്കിലും ബാക്ടീരിയയെ ഉണ്ടാക്കുന്നു. that convert gases of nitrogen into a usable form. അപ്പോൾ അത് അത് മാറും, ഗ്യാസസും നൈട്രജനായിട്ട് മാറും. അതെന്ത് യൂസബിൾ ആവും എന്നിട്ട് ഫോം ആൻഡ് റിലീസ് ഇറ്റ് ഇൻ ടു ദ സോയിൽ. അത് സോയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സോയിൽ. ദീസ് യൂസബിൾ ഫോംസ് ആർ ഒബ്സർവ്ഡ് ബൈ ദ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൽ നിന്നാണ് ഈ ഒരു സൊല്യൂബിളായിട്ടുള്ള ഫോം ഉണ്ടാകുന്നത്. Along with water also you might have seen farmers adding fertilizers. നിങ്ങൾ കാണാറുണ്ടാവുമായിരിക്കും ഫാമേഴ്സ് അവരുടെ ഇതിൽ സോയിലൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത്. റിച്ച് ഇൻ നൈട്രജൻ ടു ദ സോയിൽ. അത് റിച്ച് വളരെയധികം നൈട്രോജനും അത് സോയിലിന് കിട്ടും. ഇൻ ദിസ് വേ ദ നൈട്രോജൻ along with the soil other constituents, plants can then synthesize components of food other than carbohydrates such as proteins and fats. അതായത് ഈ ഒരു വേയിൽ തന്നെ പ്ലാന്റ്സ് their requirements fulfill ആവുന്നുണ്ട്. എങ്ങനെ? of plants fulfill nitrogen along with other constitution. അതായത് പ്ലാന്റ്സ് മറ്റ് റിക്വയർമെൻറ്റ്സിൻ്റെ കൂടെ നൈട്രജൻ അലോങ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിന്. പ്ലാന്റ്സ് ക്യാൻ ദെൻ സിന്തസിസ് കമ്പോണൻസ്. പ്ലാന്റ് ക്യാൻ ദെൻ സിന്തസിസ് കമ്പോണൻറ്റ്. പ്ലാന്റ് ക്യാൻ, അതായത് പ്ലാനും ക്യാൻ സിന്തസിസ് കമ്പോണൻറ്റ് ഓഫ് ഫുഡ് അതർ ദെൻ കാർബോഹൈഡ്രേറ്റ്സ് സച്ച് ആസ് പ്രോട്ടീൻസ്, പിന്നെ ഫാറ്റ്സും പോലത്തെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് ഫുഡ്, അതർ കമ്പോണൻസ് ഓഫ് ഫുഡിന് നമ്മൾ അതർ കാർബോഹൈഡ്രേറ്റ്സ് സച്ച് ആസ് പ്രോട്ടീൻ. അപ്പോൾ അത് പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ ക്ലോറോഫിലിനെ പറ്റി പറഞ്ഞു, അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കുന്ന ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.